സ്റ്റോറി ഗൈഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മറയൂർ ഫോറസ്റ്റിലേക്കാണ്. ചന്ദനമരങ്ങൾ നിറഞ്ഞ മറയൂരിലേക്ക്. ചിന്നാർ മറയൂർ ഫോറസ്റ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എല്ലാ ഫോറസ്റ്റിലും ആദ്യം കയറുമ്പം കുരങ്ങന്മാരാണ് നമുക്ക് ആദ്യ ദർശനം തരുന്നത്. എന്നാൽ ഇവിടെ ഇവനാണ് ഒരു മലയണ്ണാൻ. അങ്ങനെ മലയണ്ണാൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. യാത്രയിൽ ഫോറസ്റ്റ് എന്നും പുതിയ പുതിയ അനുഭവങ്ങളാണ് നൽകുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ മനുഷ്യന്മാരിരിക്കുന്ന തൊട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് കുരങ്ങന്മാരിരിക്കുക. ഒരാൾ തന്നെ നിർത്തിയപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബസ് സ്റ്റോപ്പായത് അവിടെ ആൾക്കാരായിട്ട് ഇഷ്ടം പോലെ കുരങ്ങന്മാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്നാറ് കാട്ടിൻ്റെ കാഴ്ചയാണ്. ഞാൻ ചിന്നാറ് കാട്ടിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല, അത്യാവശ്യമുള്ള കുറച്ച് വീഡിയോ. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ പഴയ നാട്ടിലെ അമ്മാവന്മാരിങ്ങനെ വായി നോക്കി കുറ്റവും കുറവും പറയാനൊക്കെ ഇരിക്കുന്ന കൂട്ട് എനിക്ക് തോന്നി ആദ്യം. അത് കഴിഞ്ഞിട്ട് തോന്നി ചുമ്മാ കോളേജ് പിള്ളേരൊക്കെ വായി നോക്കി ഇരിക്കുന്ന കൂട്ടൊരു സീൻ നോക്കിയേ. അതെ, ചെറിയ ശീലമൊക്കെ എനിക്കുണ്ട്. ഇരിക്കുന്ന കണ്ടോ? ഇനി കിടക്കുന്ന സിറ്റുവേഷനായി കാണുന്ന കാട് മൊത്തം കരിഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതെല്ലാം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ, മൊത്തം പറ്റിപ്പോയി. ആ സൈഡിലോട്ടൊക്കെ നമ്മൾ വന്ന കാട് മൊത്തം കരിഞ്ഞ് കിടക്കുക. ഒരു മയില് പോകുന്നത് കണ്ടോ? തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലോട്ട് കയറി പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് അത് ക്രോസ് ചെയ്ത് പോയാൽ, പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൊബൈലിൽ കേട്ടോ. ഇത് കാട്ടുപ്രാവാണേ. ഈ കാണുന്നതൊക്കെ ചെറിയ അരുവികളായിരുന്നു. ഇത് മൊത്തം വെള്ളമില്ലാതെ വറ്റി നാശമായി നിൽക്കുന്ന അവസ്ഥ കാണുന്നത് ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്മാരൊക്കെ വെള്ളം കുടിക്കാൻ കഷ്ടപ്പെടുവാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്നൊരു കുരങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കിങ്ങിണി വായിക്ക് ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ഈ മോളിൽ കാണുന്ന ഹനുമാൻ കുരങ്ങുകളാട്ടോ. അതിന് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി, പക്ഷേ നമുക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ. പിന്നെ നമ്മളവിടെ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയുടെ ഗ്ലാസ് അടച്ചിരിക്കണം. കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമുണ്ട്. ഇവർ ഗ്ലാസ് തുറന്നകത്ത് കയറി ആഹാര സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം വെള്ളവും കൂടി ഇല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അതുങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അത് കിടന്ന് കഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ആ സമയം ഉള്ളതുകൊണ്ട് ഏത് വണ്ടി തുറന്നാലും അത് ധൈര്യമായിട്ട് അകത്ത് കയറുകയാണ്. അപ്പോൾ നേരത്തെ കാറിലൊന്നും കയറില്ലായിരുന്നു, വലിയ ലോറിയൊക്കെ വരുമ്പോഴും ബസ്സിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, കാറിലൊക്കെ കയറി ആൾക്കാരുണ്ടെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് തിരിപ്പുണ്ടെങ്കിലും കാറിലൊക്കെ അകത്തോട്ടതങ്ങ് കയറുക. നമ്മളിവിടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടരുത്. ഇത് കണ്ടോ, കുരങ്ങനൊക്കെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കടിച്ച് തിന്നുകൊണ്ട് കിടക്കുന്നത്. ഇതുങ്ങൾക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് ചത്തുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കാട്ടിൽ കയറുമ്പം അതുങ്ങളുടെ ആവാസവ്യവസ്ഥയുള്ള ഏരിയയാണ് കാടെന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് കയറി അത് നശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഹായ് കറങ്ങച്ച, ഹായ്. നീ നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് വരാം. കഷ്ടം, നോക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ പാവം. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ. നല്ല ഇടിയും കിട്ടും, തെറിയും കേൾക്കും.
വണ്ടിയെ ചാടി കയറി പോറൽ വരുത്തിക്കരുത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇട്ട് കൊടുത്ത ചീത്ത വിളിക്കും.